എറണാകുളം ജില്ലയിലെ തൊടുപുഴയിൽ കൊറ്റോത്ത് തറവാട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി കഴിയുന്ന തൂഫാൻ ശ്രീകുട്ടന്റെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വിപ്രസത്വ ലക്ഷണപ്രകാരമുള്ള പല സംഗതികളും ഇവന്റെ സ്വഭാവത്തിൽ പ്രകടമായി കാണാം. അതായത് വിപ്രസത്വ ലക്ഷണമുള്ള ആനകൾ പൊതുവെ ശാന്തപ്രകൃതരായിരിക്കും. ഉള്ളിൽ ക്രൂരതയോ പകയോ വൈരനിര്യാതന ബുദ്ധിയോ സൂക്ഷിക്കാത്ത ശുദ്ധഹൃദയരായിരിക്കും. ഇവരുടെ ശരീരം തേൻ, പാൽ, പായസം, നെയ്യ്, മാമ്പൂവ് തുടങ്ങിയ ഏതെങ്കിലും വസ്തുക്കളുടെ ഗന്ധം പരത്തുന്നവയായിരിക്കും. മറ്റുള്ള ആനകളുടെയും പരിചാരകരുടെയും നാട്ടുകാരുടെയും ഇഷ്ടപ്പെട്ടവനായി ഇവൻ വളരെ വേഗം മാറും. ഇങ്ങോട്ട് വന്ന് മെക്കിട്ട് കയറിയാലും ശാന്തത കൈവിടാതെ നിൽക്കും. അത്യാവശ്യം അവർ കൊടുക്കുന്നത് നിർലോഭം വാങ്ങും. എത്ര ഒഴുക്കുള്ള നദിയിലും നീന്തി തുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് തെളിഞ്ഞ വൈപരീത്യങ്ങളില്ലാത്ത ബുദ്ധിയായിരിക്കും. ഇത്തരം ആനകൾ മനുഷ്യസത്വത്തിലെ ബ്രാഹ്മണ സത്വമെന്നാണ് പൂർവികർ വിവക്ഷിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇത്തരം സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. അല്പം തരികിടകളൊന്നുമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. കയ്യിലിരിക്കുന്നതും അണിഞ്ഞിരിക്കുന്നതും സൂക്ഷിച്ചു വച്ചിരിക്കുന്നതുമെല്ലാം സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ള ബുദ്ധിരാക്ഷസന്മാർ വന്ന് അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണല്ലോ പണം കൊടുത്ത് തിയേറ്ററിൽ ചെന്ന് കൂവേണ്ട ഗതികേട് നമുക്കുണ്ടാകുന്നത്. ഇങ്ങനെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചപാവമായതുകൊണ്ട് നിരവധി നഷ്ടങ്ങളും ഇവന് ഇക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് സ്വന്തം വാലിൽ നിന്നും രോമം നഷ്ടപ്പെട്ട സംഭവം. നോക്കി നിന്നില്ലെങ്കിൽ അടിവസ്ത്രം കൂടി അടിച്ചെടുക്കുന്ന നാട്ടിൽ ഇതൊന്നും അത്ര പുതുമയുള്ള വിഷയമല്ലെങ്കിലും ഇതല്പം ക്രൂരമായി പോയ സംഭവമാണ്. ശ്രീകുട്ടനും പാപ്പാന്മാരും ഒരു ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയായിരുന്നു. രാത്രിയായപ്പോൾ ഒരിടത്താവളത്തിൽ അല്പം മയങ്ങാനും വിശ്രമിക്കാനുമായി കയറി. നല്ല ക്ഷീണമുണ്ടായിരുന്നു എല്ലാവർക്കും. അല്പം ഉള്ളിൽ സേവിച്ചിരുന്നതിനാൽ കിടന്ന പാടെ പാപ്പാന്മാർ മയങ്ങി. ശ്രീകുട്ടനും അതിന് പിന്നാലെ ഒന്ന് കണ്ണടച്ചു. ഈ നേരത്താണ് വാലിലെ രോമം പിഴുതെടുക്കാൻ പദ്ധതിയിട്ടവർ എത്തിയത്. അവർ ശ്രീകുട്ടന്റെ ചുറ്റിലും നടന്ന് ചെറിയൊരു സൗഹൃദം സ്ഥാപിച്ചു. യാത്രക്കിടയിൽ അത്ര നന്നായി ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിക്കാത്ത ഇവന് അവർ ഭക്ഷണം നൽകി. പാവം അതെല്ലാം തിന്നുകൊണ്ട് നിൽക്കെ പിന്നിൽ ചെന്ന് ചിലർ വാലിൽ നിന്നും രോമങ്ങൾ പിഴുതു. മനുഷ്യ ശരീരത്തിൽ നഖങ്ങളുടെ വളർന്ന ഭാഗങ്ങൾ മുറിച്ചെടുത്താൽ നമുക്ക് വേദനിക്കില്ല. എന്നാൽ നഖം മാംസത്തിൽ നിന്നും വലിച്ചൂരിയാൽ അത് സഹിക്കാൻ കഴിയില്ല. ഇതേ അനുഭവമായിരുന്നു ശ്രീകുട്ടന്. ഒന്ന് വാല് വീശി അകറ്റുവാനുള്ള അവസരം പോലും നൽകാതെ കുറേ രോമം അവർ മാംസത്തോടെ പിഴുതെടുത്തു. കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാല കവരുവാൻ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നവരും കയ്യിലെ വളകൾ മോഷ്ടിക്കുവാൻ കൈവെട്ടുന്നവരുമെല്ലാം കൂടുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം മനുഷ്യത്വമില്ലാത്ത ഗോവിന്ദച്ചാമിമാരുമുണ്ട്. പക്ഷേ അക്കാര്യമൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത അറിഞ്ഞുകൂടാത്ത ശ്രീകുട്ടനെ പോലുള്ളവർക്ക് ഇതൊക്കെ സംഭവിക്കും. അതാണ് സംഭവിച്ചത്. പിറ്റേന്ന് പുലർച്ചെ തലേന്ന് കഴിച്ചതിൻ്റെ കെട്ടെല്ലാം വിട്ട് പാപ്പാന്മാർ ശ്രീകുട്ടൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ആ ദയനീയമായ കാഴ്ച കണ്ടത്. വാലിൽ നിറയെ കട്ട പിടിച്ച രക്തം. തറയിലും ധാരാളം വാർന്നു പോയിരിക്കുന്നു. അതിൽ ഉറുമ്പുകൾ അരിച്ചു നടക്കുന്നുണ്ട്. ചിലത് വാലിലും കയറിയിരുന്ന് രുധിരപാനം നടത്തുന്നു. ശ്രീകുട്ടൻ സങ്കടത്തോടെ അവരെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നിനക്ക് അവന്മാർക്കിട്ടൊന്ന് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ഒന്നാം പാപ്പാൻ ചോദിച്ചപ്പോൾ തലയിളക്കി നിന്നതല്ലാതെ ഇവൻ ഒന്നും മിണ്ടിയില്ല. നീ ഇങ്ങനെ ഒരു പാവത്താനായിപ്പോയല്ലോടാ മോനെ എന്ന് പറഞ്ഞ് തൂഫാൻ തോമസ് ഇവൻ്റെ വാലിനു വേണ്ട ചികിത്സകളെല്ലാം ചെയ്തു. പൂർണ്ണ വിശ്രമവും നൽകി. ശ്രീകുട്ടന് മുറിവ് ഭേദമായപ്പോൾ ആരോടും വിരോധമില്ല. നിലത്ത് മുട്ടാത്ത നീളമുള്ള തൻ്റെ വാലിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കും. സ്വയം നിശ്വസിക്കും. രോമം എടുത്തുകൊണ്ട് പോയവർ അത് കൊണ്ടുപോയി മോതിരമുണ്ടാക്കി അണിഞ്ഞ് നടക്കുന്നുണ്ടാവും. പോട്ടെ, ഞാൻ അല്പം വേദനിച്ചാലും അവർക്ക് സന്തോഷമാകുമല്ലോ, അത് മതി. അവർ സന്തോഷിച്ചോട്ടെ, ആഹ്ലാദിച്ചോട്ടെ. അങ്ങനെ വിശ്വസിക്കുവാനാണ് ഇവൻ എപ്പോഴും ഇഷ്ടം. രാജേഷ് BSNL ഉദ്യോഗസ്ഥനാണ്, അറിയപ്പെടുന്ന ഒരു ആനക്കമ്പക്കാരനാണ്. ഈ സാധാരണ ഈ ആനക്കമ്പം പലർക്കും ഉണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ അനുഭവം എടുത്താൽ ഇപ്പോൾ നടൻ ജയറാമേട്ടൻ ആനയെ വാങ്ങിച്ചു,
പിന്നെ കൈരളി ടി വിയിലെ E4 എലിഫന്റ് ഈ പരിപാടിയൊക്കെ വന്നതിന് ശേഷം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കളിയാക്കിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാനും ആനക്കമ്പക്കാരനാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ചോദിക്കട്ടെ, രാജേഷിന് ഈ ആനക്കമ്പം വളരെ കുഞ്ഞുനാൾ മുതലേ ചെറുപ്പത്തിൽ തൊട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ആനയെ കൊണ്ടൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പാതിരാത്രി സന്ധ്യ വരെയൊക്കെ അതിൻ്റെ ഒപ്പമാണ്. പിന്നെ അങ്ങനെ ചെറുപ്പം തൊട്ട് ഭയങ്കരമായിട്ട് ആനയോട് ഭയങ്കര പ്രേമമാണ്, ഐതിഹ്യമാരുടെ ആനക്കഥകളും ആനക്കഥകളും അത്യാവശ്യം ആനകളെ അറിയാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കേരളത്തിൽ 600 ചില്ലുവാനും നാട്ടാനകളുണ്ട്. നാട്ടാനകളുണ്ട്. അതിൽ രാജേഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാ? എനിക്ക് എല്ലാ ആനകളെയും തന്നെ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ആനകളെ സ്വാഭാവികമായിട്ടും ഒരു ഇഷ്ടം കൂടുതൽ ഒരു ആനയോട് കാണില്ലേ? അങ്ങനെയല്ല, എല്ലാ ആനകളും നമുക്ക് ഒരേ രീതിയാണ്. പിന്നെ ഈ ശ്രീകുട്ടം വന്നു, ഒരു കുഴപ്പമില്ല, നമ്മളടുത്ത് ചെല്ലുകയും എപ്പോഴാണെങ്കിലും ജനകീയനാണ്, ആർക്ക് വേണമെങ്കിലും പോകാം, കഴുകാൻ കൂടും, എല്ലാം ചെയ്യാറുണ്ട് നമ്മൾ. ഞാൻ കേട്ടത് ഈ ആന ഇത്രയും പോയതുകൊണ്ട് അതിന്റെ പീലിപാല് പോലും മോട്ടിച്ചോണ്ട് പോയി. അത്ര